ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ട്ടാ. കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാൻ പറ്റിയ അളവോ ബീറ്ററോ മുട്ടയോ ഒന്നും വേണ്ടാത്തത്. ഇതിനാദ്യം ഒരു കപ്പ് മൈദ എടുക്കുക. ഇത് അരിക്കൊന്നും വേണ്ട ട്ടാ. ഇത് കറക്റ്റ് അളവ് കപ്പിലൊന്നും എടുക്കണമെന്നൊന്നുമില്ല. നമ്മളെ ചായക്കപ്പിലോ എന്തിൽ വേണമെങ്കിലും എടുക്കാം. ഒരു കുഴപ്പവുമില്ല. അളവൊന്നും തെറ്റിയാലൊന്നും വലിയ പ്രശ്നമില്ല. അതിൽക്ക് ഒരു അര കപ്പ് കൊക്കോ പൗഡർ ഇടുക ട്ടാ. കൊക്കോ പൗഡറിന്റെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര. പഞ്ചസാര പൊടിക്കുകയോ ഒന്നും വേണ്ട. പഞ്ചസാര നിങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ കുറവോ കൂട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം ട്ടാ. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ഈ സ്പൂണിലൊന്നും എടുക്കണം എന്നൊന്നുമില്ല. നമ്മളുടെ സാധാരണ ചായ അങ്ങനത്തെ ടീസ്പൂൺ ഇല്ലേ, അതിലെടുത്താലും മതി. ഇതിൽ അളവൊന്നും ഇതിനൊരു പ്രശ്നമേയില്ല. ഇതിൽക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇടുക കേട്ടോ. ഇതിൽക്ക് ഒരു കപ്പ് പാലൊഴിക്കണം. പാല് നമുക്ക് ചൂടാക്കുകയോ ഒന്നും വേണ്ട, പുറത്തെടുത്ത് വെക്കുകയോ ഒന്നും വേണ്ട. സാധാരണ നമ്മൾ പാല് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് അര കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമുക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം ട്ടോ. അര കപ്പ് തന്നെ ഒഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സൺഫ്ലവർ ഓയിൽ താല്പര്യമില്ലെങ്കിൽ ബട്ടർ ഒഴിക്കാം. ഇതിൽക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം ട്ടോ. വാനില എസൻസോ ചോക്ലേറ്റ് എസൻസോ ഇതിലെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ട്ടോ. പിന്നെ ഇതിൽക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ഒരു ടീസ്പൂൺ ഒഴിക്കുക. സുർക്കാന്നും ഒക്കെ പറയും, അതൊഴിക്കുക. പിന്നെ അത് നന്നായിട്ട് നമ്മൾ സാധാരണ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ബീറ്ററോ അല്ലെങ്കിൽ മിക്സിയോ ഒന്നും വേണ്ട. നമ്മൾ നന്നായിട്ട് ഇങ്ങനത്തെ വിസ്ക് വെച്ചിട്ട് ഇത് വെച്ചിട്ടോ നന്നായിട്ട് ലംസ് ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാനും വേവാതിരിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അളവൊന്നും കുഴപ്പമില്ലെങ്കിലും ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇതിൽക്ക് നമുക്ക് നടുക്കൽക്കിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിഡിലിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്, ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് നടുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബാറ്റർ ഒഴിച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ പിള്ളേർക്ക് ആ വൈറ്റ് ചോക്ലേറ്റ് കാണുമ്പോൾ ഒക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ടിഫിന് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം ഇരിക്കും. കാരണം നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വെക്കണേ. നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ട് അത് പിന്നെ ഫുൾ സിമ്മിലിടണം. ചൂടായി കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഓയിൽ വെറുതെ ഒന്ന് തടവി കൊടുക്കുക. എൻ്റെ കയ്യിൽ 7 എണ്ണത്തിൻ്റെയാണ്. വലിയ ഉണ്ണപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നന്നായിട്ട് സിമ്മിലാക്കി ഓയിൽ തേച്ചിട്ട് ഓഫ് ചെയ്യണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഓഫ് ചെയ്യാണ്ട് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അടി പെട്ടെന്ന് കരിയും, വേവില്ലേ. അപ്പോൾ ആദ്യം കുറച്ച് ബാറ്റർ, ഒരു ഹാഫ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത പീസില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് നടുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് നടുക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ചോക്ലേറ്റ് മെൽട്ടായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ കറക്റ്റ് നടുക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഒരു ചെറിയ ബാച്ചും കൂടി ബാറ്റർ ഒഴിച്ചിട്ട് ഇതിനെ ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ സ്പൂണിൽ ഇങ്ങനെ ബാറ്റർ ഒഴിച്ചിട്ട് അതിന് നമുക്ക് കവർ ചെയ്തെടുക്കാം ട്ടാ. ഇനി ബാറ്റർ ഒക്കെ ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 6 മിനിറ്റ് അത്രയും മതി. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മേലെ ഇങ്ങനെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയെന്ന് തോന്നൂലേ, അങ്ങനെ വെന്ത് തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ മറിച്ചിടുക. ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിരൊപ്പം കിട്ടുന്ന ആ കോലില്ലേ, ആ കോലാണ്. എനിക്ക് അതുകൊണ്ടാണ് മറിച്ചിടാനായിട്ട് സുഖം. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടുക. മേലെ വെന്തെന്ന് തോന്നണം കേട്ടോ, അപ്പോഴാണ് മറിച്ചിടേണ്ടത്. അങ്ങനെ എല്ലാം മറിച്ചിട്ടതിന് ശേഷം പിന്നെയും അടച്ചു വെച്ചിട്ട് ഒരു 2 3 മിനിറ്റും കൂടി വേവിക്കുക ട്ടോ. അങ്ങനെ വേവിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ ഇതുപോലെ തന്നെ ഓഫ് ചെയ്തിട്ട് വേണം ട്ടോ ബാറ്റർ ഒഴിക്കാൻ. തീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് എപ്പോഴും എനിക്കും പറ്റാറുള്ള അബദ്ധം. എന്നാലേ കറക്റ്റ് വേവിൽ നല്ല നമ്മൾ കരിയാതെ നമുക്ക് കിട്ടുകയുള്ളൂ.
ദേ നമുക്ക് വലിയവർക്കും 4 മണിക്കൊക്കെ ചായക്ക് കൂട്ടാൻ പറ്റിയതാണേ. അത് നമുക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് യൂസ് ചെയ്യാം. ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലേ ഗോതമ്പ് യൂസ് ചെയ്യാം. ഓയിൽ ഇത്ര അധികം ഇടാതെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുക. പക്ഷേ അതിനനുസരിച്ചിട്ടേ നമ്മൾ പാലൊഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കാരണം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ബാറ്ററിൻ്റെ കറക്റ്റ് ആവില്ല. കണ്ടോ, ഒരു ലോഡ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇരട്ടി അളവെടുത്തിട്ട് കുറച്ചധികം ഉണ്ടാക്കും. ഇതിന് ശരിക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാട്ടോ. ചോക്ലേറ്റ് ലാവ കേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു സോ